പാരമ്പര്യം പകർന്ന കരുത്തോടെ കലൂർ റിന്യൂവൽ സെന്ററിലെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി കേരളനാദം ആഴ്ചപത്രം പുനർപ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് പുനർപ്രസിദ്ധീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് കുട്ടി, ശ്രീ പി.ജെ. വിനോദ് എം.എൽ.എ, ശ്രീ കെ. ചിത്രമുള്ള, ശ്രീ പി.ജെ. അനീസ, ശ്രീ ദീപകസാനി, മറ്റിന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ ആർ കെ മുഹമ്മദ്, ശ്രീ പി. അലക്സാണ്ടർ, ശ്രീ ജോസി തുമ്പാനൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു പുതിയ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്ന ധന്യമായ മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച്. ഈ മനോഹരമായ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുക. ഇത് ചിങ്ങം 1-ാം തീയതിയാണ്. മമ്മൂട്ടി ഇത് തിരഞ്ഞെടുത്തത് തന്നെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കേൾക്കേണ്ട ശബ്ദം ഇനി നിങ്ങളിലേക്ക് എന്ന ടാഗ്ലൈനുമായിട്ടാണ് കേരളനാദം പുറത്തിറങ്ങുന്നത്. GCDA ചെയർമാൻ കെ. ചന്ദ്രൻപിള്ളയാണ് ഓൺലൈൻ എഡിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എറണാകുളം എം.എൽ.എ. ടി.ജെ. വിനോദ് മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. കേരളനാദത്തിന്റെ സ്ഥാപകരിലൊരാളായ CP മമ്മുവിന്റെ P.K. സൈനബയെയും കേരളനാദത്തിന്റെ ആദ്യ മാനേജറായ R.K. മുഹമ്മദിനെയും മലയാള മനോരമ മുൻ ബ്യൂറോ ചീഫായിരുന്ന P.A. അലക്സാണ്ടറിനെയുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ടി.ജെ. വിനോദ് എം.എൽ.എ. ആദരിച്ചത്. ആദ്യ വരിസംഖ്യ നൽകി പത്രം ഏറ്റുവാങ്ങിയത് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ് മുൻ ചെയർമാൻ ദീപക് അശ്വിനായിരുന്നു. പ്രമുഖ പൊതുപ്രവർത്തകനും പത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായ N.A. മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. എഡിറ്റോറിയൽ ബോർഡ് ചെയർമാൻ P.J. ആന്റണി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ ജോസി തുമ്പാനത്ത് നന്ദി പറഞ്ഞു.